കണിക്കൊന്നയും കൈനീട്ടവുമായി മറ്റൊരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി വിഷു സ്പെഷ്യൽ ഇവന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുക്കാലം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതായത് നമ്മുടെ മലയാളികൾക്ക് വിഷു ഒരു പുതിയ ന്യൂ ഇയർ ആണ്, പുതിയ വർഷം, മലയാള പുതിയ വർഷം ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ന്യൂ ഇയറിൽ എടുക്കുന്നത് പോലത്തെ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാം. പിന്നെ സമൃദ്ധിയുടെ വർഷമാണ്. അതുപോലെ തന്നെ വിഷു ഡേ എന്ന് പറയുന്ന ദിവസം, വിഷു ദിവസം, അതായത് ഇന്നത്തെ വിഷു ദിവസം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ കണി കാണുന്നു, കൈനീട്ടം, സദ്യ, അത് കഴിഞ്ഞ് പടക്കം പൊട്ടിക്കുന്നു. എബവ് ഓൾ നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ മൊമെന്റ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് വിഷു. ഒരു വിഷു എന്ന് പറയുമ്പോൾ, വിഷു എന്നല്ല ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും അത് കൂടുതൽ ആഘോഷമാവണമെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് അത് ആഘോഷിക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരിക. മാത്രമല്ല ഈ അമീൻ പറഞ്ഞതുപോലെ ഒരു ഫെസ്റ്റിവൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഫാമിലീസ് എല്ലാവരും കൂടി ഇതേപോലെ ഒന്നിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഗെയിം സെഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, കുറച്ച് ചളിയൊക്കെ വാരി എറിഞ്ഞ് കുറച്ച് സന്തോഷം നിൽക്കുമ്പോഴായിരിക്കും ശരിക്കും ആ ഒരു ആഘോഷമായി മാറുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് കുന്നംകുളം കൊമേറ്റ്സ് സർക്കിളിന്റെ ഒരു പറ്റം മെമ്പേഴ്സ് ആണ്. ഇവരുടെ എല്ലാ ഫാമിലിയും ചേർന്ന് നമ്മോടൊപ്പം വിഷു ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ ശ്രീനിധി, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലബിനെ കുറിച്ചും ഇവിടെയുള്ള ആൾക്കാരുടെ ആഘോഷങ്ങളെ കുറിച്ചും കൂടുതലായിട്ട് പറയാനായിട്ട് നമ്മുടെ കൊമേറ്റ് സർക്കിൾ ക്ലബിന്റെ പ്രസിഡന്റായ ജിജി ചേട്ടനും അതുപോലെ തന്നെ സെക്രട്ടറി ആയ സാവു ചേട്ടനും ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സോ നമുക്ക് അവരെ വിളിച്ചാലോ? നമുക്ക് അവരെ രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? പ്രസിഡന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ജിജി ചേട്ടാ, സൂര്യ കോമഡി ഫൺ ഫാമിലിയായി സഹകരിച്ച് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷവും സ്നേഹവും ആദ്യമായിട്ട് അറിയിക്കട്ടെ. കഴിഞ്ഞ 33 വർഷമായിട്ട് കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും കലാ സാംസ്കാരിക കായിക മേഖലകളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ക്ലബ്ബാണ് കൊമേറ്റ് സർക്കിൾ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവർക്കുള്ള പ്രോഗ്രാമുകൾ, മത്സരങ്ങളിൽ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ സംഘടിപ്പിക്കുന്നു. ഇവിടെ നിന്ന് വന്നു ചേർന്ന എല്ലാ സൂര്യ കോമഡി ഫൺ ഫാമിലിക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കൊമേറ്റ്സ് മെമ്പർമാരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ മലയാളികൾക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പോൾ ഇനി സാവു ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടൻ സെക്രട്ടറിയാണ്. ആക്ച്വലി ഇത് എത്ര വർഷം മുമ്പ് തുടങ്ങിയതാണ്? എങ്ങനെയായിരുന്നു ഈ ഒരു ക്ലബിന്റെ ഒരു സ്റ്റാർട്ടിങ്? ഇത് 1993 തുടങ്ങിയതാണ്. അന്ന് വളരെ കുറച്ച് 13 മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 120 മെമ്പർമാരായിട്ട് വികസിച്ചു. കുന്നംകുളത്ത് നാനാതുറയിലെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന 120 പേരും അവരുടെ കുടുംബവും അടങ്ങിയതാണ് കൊമേറ്റ് സർക്കിൾ. അടിപൊളി, സൂപ്പർ. എല്ലാം ഒരു പാട്ടിലൂടെ അങ്ങ് ആരംഭിക്കുമ്പോൾ ഒരു ഓളം അങ്ങ് വരും. അതെ അതെ, ഒബ്വിയസ്ലി ആ ഒരു ആൾക്കാരുടെ മനസ്സ് അങ്ങോട്ട് അതിന്റെ കൂടെ പോകും, കൂടെ അങ്ങോട്ട് പിടിക്കാം. അങ്ങനെ പാട്ട് പാടി ഇവിടെയുള്ള എല്ലാവരുടെയും മനം കവരാനായിട്ട് ഒരാള് വരുന്നുണ്ട്. ആ ആളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും രോമാഞ്ചം, നെഞ്ചിടിപ്പ്, ചങ്കിന്റെ ചങ്കിടിപ്പ്, ചങ്കോട് ചങ്ക്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മുടെ സൂര്യ കോമഡിയുടെ തന്നെ ഒരുപാട് ഷോസിന്റെ കോർഡിനേറ്റർ ആയിട്ടും കൂടെ വർക്ക് ചെയ്ത ഈ കുന്നംകുളത്തിന്റെ പൊന്നോമനയായ നമ്മുടെ സ്വന്തം ബാദുഷാക്ക. ഇക്ക അപ്പൊ പാട്ടൊക്കെ പാടാൻ വേണ്ടി റെഡി അല്ലേ? അതെ, പാട്ട് പാടാൻ റെഡിയാണ്. ഇക്ക പാട്ട് മാത്രല്ല കേട്ടോ, ഇക്ക നന്നായിട്ട് മിമിക്രി ചെയ്യും. അതെ, മിമിക്രി ഉണ്ട്. ഇവിടെ കുന്നംകുളത്ത് ഒരുപാട് പേര്, എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും മിമിക്രിയിൽ ആദ്യ ഗായകന്മാര്. അതെ അതെ, മിമിക്രി കുറെ കലാകാരന്മാരുണ്ട് കുന്നംകുളത്ത്. ഇക്ക നന്നായിട്ട് ചെയ്യുന്നത് ജനാർദ്ദനൻ സാറിന്റെ സൗണ്ട് ആണ്. അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടി എന്തായാലും ജനാർദ്ദനൻ ചേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ കൊമേറ്റ് സർക്കിളിന്റെ വിഷു ആഘോഷത്തിന് ജനാർദ്ദനൻ സാറിന്റെ ഒരു കൂടെ. ഓ, എല്ലാവർക്കും നമസ്കാരം. ഒന്ന് കൈയടിച്ച മക്കളെ. അപ്പൊ കൊമേറ്റ് സർക്കിൾ കുന്നംകുളത്തിന്റെ വിഷു ആശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പോ പടക്കം പൊട്ടിക്കണം, എല്ലാവരും പൊട്ടിച്ചിട്ട് എല്ലാവരും പോകാവോ? ഇട എഴുതോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. പിടകിട്ടെ, നീ തങ്കപ്പടല്ല, നീ പൊട്ടപ്പടാണ് കർത്താവേ. അടച്ചൊടിക്കണം അവന്റെ കാളെ. ഓ, അടിപൊളി.
ഇനി അടുത്തത് ചെസ് നമ്പർ 2. അത് പിന്നെ ഞാൻ അറിയപ്പെടുന്നത് ചാനലിൽ വന്നതും സ്പോട്ട് അപ്പ് ചെയ്തതും കോമഡി ഉത്സവത്തിലൂടെ ചെയ്തത് കൊച്ചിൻ അനിഫക. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആളാണ്. അപ്പോൾ അദ്ദേഹം പേഴ്സണലായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അനിഫികയുടെ ഫിഗർ. മക്കളെ എല്ലാവർക്കും വിഷു ആശംസകൾ. ഒന്ന് കൈയടിച്ച് മക്കളെ. ആസാറെ സേതുടക്ക അപ്പടിക്ക കാസ. ആസാറെ വിഷുവാണ്, എല്ലാവരും പടക്കം പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുന്നംകുളം കൊമേഴ്സ് സർക്കിളിൻ്റെ വിഷു ആശംസകൾ എല്ലാവർക്കും തരുന്നു. അപ്പോൾ ആസാറെ സേതുടക്ക അപ്പടിക്ക കാസ കുത്തി പടത്തിക്കണം ഞാൻ. അടിപൊളി. അടിപൊളി അടിപൊളി. താങ്ക് യു. അപ്പോൾ ഇനിയും ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് മാളച്ചേട്ടൻ്റെ വോയിസ് ആണല്ലേ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തെ അയ്യോ ആരാത് പടക്കം വിഷുവിന്. അയ്യോ എല്ലാവരും പേടിച്ചു, ഞാൻ പേടിച്ചില്ല. മറിയും വിശേഷ പോലെ കൊല്ലിക്ക. അയ്യോ വരട്ടെ. അപ്പം എല്ലാവർക്കും വിഷു ആശംസകൾ തരുന്നു. അയ്യോ പൊള്ളി. ഓരോന്നും അടിപൊളി. അടിപൊളി. താങ്ക് യു. സൂപ്പർ. അപ്പോ നമ്മൾ വിളിച്ചു ആക്ച്വലി ബൈ ദ ബൈ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കട്ടെ. നമ്മൾ വിളിച്ചു വരുത്തിയത് ബാദുക്കെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാനായിരുന്നു. അപ്പൊ ബാദുക്ക റെഡി അല്ലേ? ഞാനൊരു നല്ലൊരു മെലഡി ഗാനം, വലിയ ഗായകനൊന്നുമില്ല എന്നാലും ഇതൊക്കെ സത്യം സത്യം. അല്ല ഓക്കെ. അപ്പം എന്തായാലും സൂര്യ ഈ കോമഡി ഫിലിമിലെ ഈ വിഷു പ്രോഗ്രാമിന് എൻ്റെ വക ഒരു പാട്ട്. മുത്തുമണിത്തൂവൽ തരാം, തള്ളിത്തളിരാട തരാം. മുത്തുമണിത്തൂവൽ തരാം, തള്ളിത്തളിരാട തരാം. നറുപൂവിതളിൽ മധുരം പകരാം. ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാം. എൻ കനവിലൊതുങ്ങി കണ്ണി കുരുവികളെ. മുത്തുമണിത്തൂവൽ തരാം, തള്ളിത്തളിരാട തരാം. കരളിൽ വിളങ്ങി നിൽക്കൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമാ താലോലമാ. കരളിൽ വിളങ്ങി നിൽക്കൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമാ താലോലമാ. ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിണം കിളികളെ കളിയാടിവാ. മുത്തുമണിത്തൂവൽ തരാം, തള്ളിത്തളിരാട തരാം. ഗംഭീര പാട്ടല്ലേ? യെസ് ഒബ്വിയസ്ലി. ഞാൻ ആലോചിക്കുകയായിരുന്നു നമുക്കും ചെറുതായിട്ട് പാട്ടൊക്കെ പാടി തുടങ്ങിയാലോടാ. നമുക്ക് പാടുക, അതിന് കുറച്ച് കഴിവ് വേണം. എനിക്ക് കഴിവില്ല. നിനക്ക് കഴിവുണ്ടോ? പാടാൻ കഴിവുണ്ടോ? ഞാൻ ഒരു കമ്പനിക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് വരാം. പാട്ട് പാടാ. നീ പാട്ട് പാടുവോ കൂടെ? ഞാൻ പാട്ടൊന്നും പാടൂല. എന്നാ ഇവിടെ ഞാൻ കൈയടിക്കാം. ഇവിടെ എനിക്കും കുറച്ച് കഴിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഞാനും എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണിക്കും.
ഇവിടെ കൊമേറ്റ് സർക്കിളിന്റെ ഈ ഒരു എന്താ പറയുക ഞങ്ങളുടെ കഴിവ് എല്ലാവരും അറിയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. വാ ചേച്ചി. നമസ്കാരം. ചേച്ചി ഇങ്ങനെ ഞാനോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരാളെ സെലക്ട് ചെയ്തില്ലേ, ഞാനും ഒരാളെ വിളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു ടീമുണ്ട് ഇവിടെ. ഓക്കെ, എന്നാ വിളി. ഞാൻ ആരെയാ വിളിക്കുക? ഞാൻ ചൂസ് ചെയ്ത മിടുക്കിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ. ചേച്ചി പേരെന്താ? ജിസിൽ. ജിസിൽ. ഓക്കെ, ജിസിൽ ചേച്ചി എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി? വീട്ടിലെ ഹസ്ബൻഡ്, കുട്ടികള് എല്ലാരും വന്നിട്ടുണ്ടോ? ഹസ്ബൻഡും കുട്ടികളുണ്ട്. ആ, പിന്നെ പപ്പ മമ്മി. പപ്പ മമ്മി. ഓക്കെ, നമുക്ക് ഈ ചേച്ചിയുടെ ഡീറ്റെയിൽസും കൂടെ ചോദിച്ചാലോ? ഹലോ, നമസ്കാരം. ഞാൻ വിളിച്ചപ്പോ പേടിച്ചു പോയോ? എനിക്കറിയാം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഡാൻസ് റിഹേഴ്സൽ ചെയ്യുന്ന കണ്ടായിരുന്നല്ലോ. അല്ല, പ്രത്യേകിച്ച് സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളും ഒക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അമ്മീൻ അവിടെ കാണും. അതുകൊണ്ട് ചേച്ചി ഡാൻസ് റിഹേഴ്സൽ ചെയ്തതിൽ ഞങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ ആദ്യം ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ണുകൾ ഞാൻ ഒപ്പിയെടുത്തു. ആദ്യം അവൻ കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ ഉണ്ടാ? കുഴപ്പമില്ല. അപ്പൊ നീ സേഫ് ആടാ. ഓക്കെ, ചേച്ചിയുടെ പേര് എങ്ങനെയാ? എന്റെ പേര് പിനു. എന്ത് ചെയ്യുന്നു? ഞാൻ ചാനലിൽ വർക്ക് ചെയ്യാണ്. ആഹാ, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വിഷ്വൽ എഡിറ്റർ ആണ്. വിഷ്വൽ എഡിറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഈ ചാനൽ സൂര്യ കോമഡിയുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വിലയിരുത്താറുണ്ടോ? അടിപൊളിയാണെന്നല്ലേ വിലയിരുത്താറ്? ഒന്ന് പൊക്കി പറയേച്ചി. ചേച്ചി വിലയിരുത്താറുണ്ടോ? എങ്ങനെയാണ് വിലയിരുത്താറ്? എഡിറ്റിംഗ് നോക്കാറുണ്ട്, പിന്നെ ക്യാമറ അതിന്റെ പൊസിഷൻസ് ഒക്കെ നോക്കാറുണ്ട്. ചേച്ചി ഫൺ ഫാമിലി ഷോ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫാനാണ്. ആരുടെ ഫൺ ഫാമിലി? ഞാനാ ചേച്ചി ചെയ്യുന്നേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, പോട്ടെ. അപ്പൊ ഞാനോ ചേച്ചി? അപ്പൊ ഞാൻ പോവാ. ബാ, നമുക്ക് അവിടെ കാണും പോയിരിക്കും. എന്നെ സെലക്ട് ചെയ്ത ആളല്ലേ? ഓ, അങ്ങനെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇവരെ രണ്ടുപേരും കൊണ്ട് ഒരു ഗെയിം കളിപ്പിച്ചാലോ? അത് കൊള്ളാം. എന്താണ് ഇതൊക്കെ? സ്പോർട്സ് റെഡി അല്ലേ? ചേച്ചി, അല്ല, ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യും. നമ്മള് ടീമാണ്. നമ്മള് ചോപ്പും ചോപ്പൊക്കെ ഇട്ട് വന്നിട്ട് നമ്മള് ചുമപ്പിട്ടില്ലേലും നമ്മൾ ഒന്നാടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തതായിട്ട് ഒരു ഗെയിം സെഷനിലേക്ക് പോവാം. അപ്പൊ അമ്മി, നമ്മൾ ചൂസ് ചെയ്ത് വെച്ച നമ്മുടെ രണ്ട് ടീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗെയിം എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? എന്തായാലും ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് എത്തിയിട്ടുണ്ട്. ഒരു കപ്പും അത് നിറച്ചു പെൻസിലും. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡെമോ കാണിച്ചു തരട്ടെ. എനിക്ക് ആകെ ചെയ്തിട്ട് ചിലവ് കിട്ടുമായിരിക്കും. എടാ, എന്റെ മൈക്ക് പിടിക്കടാ. ചേച്ചിമാരെ, അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും പെൻസിൽ എടുക്കുന്നു. എന്നിട്ട് മൂക്കിന് താഴെ ചുണ്ടിന് മുകളിലായി ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൈ പുറകിലോട്ട് കെട്ടി നടക്കുന്നു. എന്നിട്ട് ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. ഒഴിച്ചോ? ഒഴിച്ചു. യെസ്, കിട്ടിയോ? കിട്ടിയോ ചേച്ചി? ഓക്കെ, സോ അങ്ങനെ ഏറ്റവും ആദ്യത്തിൽ ആരാണോ ഈ 3 കുപ്പികളും ഫില്ല് ചെയ്യുന്നത് അവരാണ് ഈ ഗെയിമിലെ. ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്തേ. ഞാൻ കഷ്ടപ്പെട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് എനിക്കൊരു കയ്യടി തന്നുകൂടായിരുന്നു? എന്തോന്ന് ഗൈസ് ഇത്. സാധാരണ നമ്മുടെ ഷോ കാണുന്നവർക്കറിയാം, 8 നില പൊട്ടാറാ ചെയ്യാറ്. ഞാനും അതായത് നമ്മളുടെ ഫാമിലീസുമായിട്ട് ഗെയിം കളിക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയത്തില്ല, കറക്റ്റായിട്ട് അതിനകത്ത് പോയി വീണത്. ഇവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അവരപ്പോൾ പറയും അല്ലല്ലോ ഒരു ആവശ്യത്തിന് ഉപകരിക്കൂല, ആവശ്യമില്ലാത്തപ്പോൾ ഞാൻ അതിനകത്ത് പോയി കറക്റ്റ് കൊണ്ടുവന്ന് ഇട്ടു. നീ പേടിക്കണ്ടേ, ചേച്ചിമാരൊക്കെ തെറ്റിക്കും, നമുക്ക് കളിയാക്കി ചിരിക്കാം. എന്റെ കൊച്ചിനെ പ്രോത്സാഹിപ്പിക്കാത്തവരെല്ലാരും ഞങ്ങൾ കളിയാക്കും. ആണോ? ശരിക്കും. ഇവനെ വിശ്വസിക്കാൻ കൊള്ളൂല കേട്ടോ. ഇവൻ കുറച്ചു മുമ്പ് ചേച്ചിയുടെ കൂടെ നിന്ന്, ഇപ്പൊ ഇവൻ എന്റെ കൂടെ നിൽക്കുന്ന വിശ്വസിക്കാൻ കൊള്ളൂല കേട്ടോ ഇവനെ. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം. Okay, your time starts now. ബാക്കിൽ കൈ കെട്ടണം. കള്ളക്കളി. സൂപ്പർ. നെക്സ്റ്റ് ചേച്ചി ഓടി ഇവിടെ വന്നിട്ട് എടുക്കണം. ഓക്കേ, സൂപ്പർ. അതിമനോഹരമായി ചേച്ചി ഇവിടെ ജയിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും ഗെയിം കളിച്ചു. അപ്പൊ സാധാരണ നമ്മള് വിജയികൾക്ക് മാത്രമാണ് സമ്മാനം കൊടുക്കാറുള്ളത്. പിന്നെ പക്ഷേ ഞാൻ പ്രത്യേകം റെക്കമെൻഡ് ചെയ്തത് കാരണം എന്റെ ചേച്ചിക്കും ഇവിടെ നിൽക്കുന്ന എന്റെ ടീമായ ചേച്ചിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. ചേച്ചി അത് വാങ്ങിക്കോ? ചേച്ചിക്ക് കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ചേച്ചി അത് വാങ്ങിക്കോ? ഞാൻ വാങ്ങിക്കും.
നമ്മുടെ സ്വന്തം പിനി ചേച്ചിക്ക് ഗിഫ്റ്റ് നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു സെറിമണി ഞാൻ അങ്ങ് ആരംഭിക്കുന്നു. യെസ്, ആരംഭിച്ചു. ആദ്യമായി നമുക്ക് മൈ ചോയ്സിന്റെ ഒരു സമ്മാനം കൊടുക്കാം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സിന്റെ നല്ല അടിപൊളി ഒരു സമ്മാനമാണ് ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. മാമിയ വെൽനസ്, ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ് കമ്പനി, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. Wallstal consumers, do we shine a complete solution for a healthier living? Wallstalന്റെ നല്ല അടിപൊളി ഒരു സമ്മാനം. ബ്ലാക്ക് ബേർഡ് മെൻസ് വെയർ കുന്നംകുളം നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ സമ്മാനം, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപോൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിംഗ് പ്രോഡക്റ്റ് കിറ്റ്. അടുത്തതായി ഞാൻ നമ്മുടെ ജിസിൽ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ആരെ ക്ഷണിക്കുന്നു? നിന്നെ തന്നെ ക്ഷണിക്കുന്നു. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. അവൾക്കായി ഡ്രസ്സസ് കുന്നംകുളം നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. ഗ്ലോ ഓവർ നൈറ്റ് വിത്ത് സാഫ്രൺ ആൻഡ് കോക്കനട്ട് ഓയിൽ ഗ്ലാമി നൈറ്റ് ക്രീം. ഗ്ലാമി നൈറ്റ് ക്രീമിന്റെ നല്ല അടിപൊളി ഒരു സമ്മാനമാണ് ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഒരു വെറൈറ്റി ഐറ്റം പോയാലോ? നമ്മൾ കുറച്ച് ഗെയിം സെഷൻസ് കണ്ടക്ട് ചെയ്തു, പാട്ട് നടന്നു. ഇനി നിനക്ക് എന്ത് കാണാൻ ആഗ്രഹം? പറ. എനിക്ക് ഒരു ദൃശ്യ വിസ്മയ മാസ്മരിക സംഭവം അത് കാഴ്ചവെക്കാനായിട്ട് ഇവിടെ വരുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൺ ഫാലിമി ടീമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, അതായത് ഫൺ ഫാലിമി പേര് പോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണ് ആ വരാൻ പോകുന്ന കുടുംബം. നമ്മൾ ഒരു എപ്പിസോഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആലപ്പി ചാലക്കുടിയിൽ പോയിട്ട്. എക്സ്ക്യൂസ് മീ, കെൻ യു റിപ്പീറ്റ്? ആലപ്പുഴ ജില്ലയിലെ ചാലക്കുടി. കേട്ടില്ലേ? ഇതാണ് ഇന്റലക്ച്വൽ നോളജ്. ഇതാണ് ഇവളുടെ ഇന്റലക്ച്വൽ നോളജ്. അത് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ കേരളത്തിന്റെ മാപ്പ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ശരി, അവിടെ ഇവിടെയും കിടക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ചാലക്കുടിയിൽ നമ്മൾ പോയ സമയത്ത് നീ കാര്യത്തിലേക്ക് എത്തൂ. നീ എന്തിനീ ആവശ്യമില്ലാത്തൊക്കെ ശ്രദ്ധിക്കാൻ? കണ്ടന്റ് ശ്രദ്ധിക്കണം, കണ്ടന്റ്. അപ്പൊ നമ്മള് നമ്മുടെ ഫൺ ഫാലിമിയുടെ മൊത്തത്തിലുള്ള എപ്പിസോഡ്സ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ബെസ്റ്റ് എപ്പിസോഡ്സിൽ ഒന്നായിരുന്നു നമ്മൾ ഹാപ്പി ചേട്ടന്റെ വീട്ടിൽ പോയതും. ഹാപ്പി ചേട്ടനും ഫാമിലി ഫുൾ വൈബായിരുന്നു. വൈബ് ഇൻ ദ സെൻസ്, എന്നെ അവർ മാജിക് ഒക്കെ ചെയ്തിട്ട് പാമ്പിനെയൊക്കെ എടുത്തണ്ട് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പാമ്പായിരുന്നു. ഇങ്ങനെ കൈ ഇടാൻ പറഞ്ഞു ഒരു ഇതിനകത്ത്. അപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നി എന്തൊക്കെയോ കുനിഷ്ട പണിയാന്ന് ഞാൻ ആലോചിച്ചു. ഞാനത് കൈ ഇട്ടതും പാമ്പിനെ ഇട്ട് ഞാൻ കിടന്ന അലറി ബഹളം വെച്ച് അങ്ങനെ ആ ഒരു എപ്പിസോഡ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ചേട്ടന്റെ ഒരു മാജിക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ചേട്ടന്റെയും ചേച്ചിയുടെയും. ചേട്ടൻ ഒരു ടാസ്ക് കൊടുത്തായിരുന്നു മുറ്റം അടിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അത് ചേച്ചി അതിന്റെ ഇടയ്ക്കൂടെ വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തൊക്കെ ആയിട്ട് അതൊരു ഫൺ അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു. സോ അത് നമ്മൾ ഇപ്പോഴും മറക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിന്റെ ഭാഗം തന്നെയാണ് അവരും. സോ ഹാപ്പി ചേട്ടന്റെയും ഫാമിലിയുടെയും നല്ല അടിപൊളി ഒരു പെർഫോമൻസ് ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്.
അമ്മ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നിനക്ക് ഫേവറേറ്റ് ആയില്ലേ, നിനക്ക് ഇഷ്ടമായില്ലേ അതെ പെർഫോമൻസ്? അതെ 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 എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഹാപ്പി ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കയ്യിലെടുക്കൂ എന്ന് പറഞ്ഞു. ഇവിടെയുള്ള എന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഹാപ്പി ചേട്ടൻ കയ്യിലെടുത്തിട്ടുണ്ട്. കയ്യിലെടുക്കാൻ പറ്റാത്ത ചേട്ടനെ വരെ ഞാൻ ചേച്ചി വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു. സ്റ്റെല്ലാച്ചി സ്റ്റെല്ലാച്ചി അല്ല, സ്റ്റിലാച്ചി. സ്റ്റിലാച്ചി ഒരു 5 പ്രാവശ്യം എന്ന് പറഞ്ഞേ. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. അതൊരു ഇറ്റലിയിലെ ഫുട്ബോൾ കളിക്കാരന്റെ പേരാണ് സ്കിലാച്ചി. ഓക്കെ ഫൈൻ. ഓക്കെ, ഫുട്ബോൾ പ്ലെയർ ആണോ മോള്? അടിപൊളി. ഇതിപ്പോ ഫുട്ബോൾ മാത്രമല്ല അമ്മേ, ഡാൻസ് ചെയ്യും, പാട്ട് പാടും, മോണോ ആക്ട് ചെയ്യും, മിമിക്രി ചെയ്യും. സകലകല വല്ലഭയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടോ Yes, സ്കിലാച്ചിക്ക്. yes, yes. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വിഷുക്കാലം നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സൂര്യ കോമഡി മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് വിഷു സ്പെഷ്യൽ ഇവന്റ് ഓഫ് ഫൺ ഫാമിലി. യെസ്. അപ്പോ ശ്രീനിധി, വിഷുവിന്റെ കൈനീട്ടത്തെ പറ്റി പറഞ്ഞു. സദ്യ പിന്നെ ഓൾറെഡി നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ ഒരു വിഷയമാണ്. വിഷുവിന് സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വിഷുക്കണി. കണി കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് കണിക്കകത്ത്? കൃഷ്ണൻ. യെസ്, കൃഷ്ണൻ. അപ്പോ നമുക്കിവിടെ 2 കുട്ടി കൃഷ്ണന്മാരുണ്ട്. Okay. നമുക്ക് അവരെ 2 പേരെ, നിന്നെയല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ വെറുതെ ശരിക്കും കുട്ടി 2 കൃഷ്ണന്മാരുണ്ട്. Okay. നമുക്ക് അവരെ 2 പേരെയും വിളിച്ചാലോ ഇങ്ങോട്ടേക്ക്? Okay, നമ്മുടെ സൂര്യ കോമഡിയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു കണി ഞങ്ങൾ ഒരുക്കി തന്നുകൊണ്ട് ഞങ്ങളുടെ കൃഷ്ണന്മാരെ ഞങ്ങൾ വിളിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ കുട്ടി കൃഷ്ണന്മാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ചക്കുടുവിന്റെ പേരെന്താ? സെൻസ്റ്റിൻ ഗർഷൻസിനി. എന്റെ അമ്മോ, വൺ മോർ. സെൻസ്റ്റിൻ ഗർഷൻസിനി. സെൻസ്റ്റിൻ ഗർഷൻ സിനി. എടാ നിന്നെ കൊണ്ട് പറ്റില്ല, വിട്ടേക്ക് മോനെ. വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? ഷോൺ. ഷോൺ. അതുപോലെ ഷോൺ, അത് മതി. ഇത്ര നല്ലൊരു പേരുണ്ടായിട്ടാണോ ടെൻഷൻ എടുപ്പിക്കുന്നത്? ഹായ് ഷോൺ. എത്രാം ക്ലാസ്സിലെ മോൻ പഠിക്കുന്നത്? തേർഡില്. ഓക്കെ. മോനെ ആരാ ഇന്ന് ഒരുക്കിയത് ഇത്രയും നല്ലതായിട്ട്? അമ്മ. അമ്മയ്ക്ക് ഒരു നല്ലൊരു കൈയടി കൊടുക്കണേ. അമ്മ ഇവിടെ ഉണ്ടോ? അവിടെ നിന്ന് വീഡിയോ അമ്മ എടുക്കുന്നു. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഹായ് അമ്മ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ കൃഷ്ണനിലേക്ക് കടക്കാം. ഹായ് കൃഷ്ണ, ഹൗ ആർ യു? ഹലോ. കൃഷ്ണനോട് ഹൗ ആർ യു? നാണുണ്ട്. സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് പേര് മോന്റെ? ഋഷ്വി. ഋഷ്വി. ഋഷ്വി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ലേക്ക്. ഋഷ്വി ആരോ ഒരുക്കി നല്ല ഭംഗിയില്ലേ? മേളിന്ന് നോക്കിയാ ആ കിരീടം ഉൾപ്പെടെ താഴോട്ട് വന്നിട്ട് നല്ല ചിലങ്കയൊക്കെ ഇട്ടിട്ടുണ്ടടാ. ഓക്കെ, ആരോ ഒരുക്കിയ മോനെ? അമ്മ. അമ്മ എന്തേ? അമ്മ ഉണ്ട്. അപ്പോ 2 കൃഷ്ണന്മാരെ ഇപ്പൊ നമ്മൾ കണി കണ്ടു, ഒരുപാട് ചെറിയ ക്യൂട്ട് സ്റ്റെപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കൃഷ്ണന്മാരുടെ ഫാഷൻ ഷോ റാമ്പ് വാക്ക് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതെ, അങ്ങനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു, സൂര്യ കോമഡി ഫൺ ഫാമിലി ടീം അവതരിപ്പിക്കുന്നു 2 കൃഷ്ണന്മാരുടെ ഒരു ഫാഷൻ ഷോ. മൈക്കരുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ എവിടെ പോയടി കണ്ണൻ. മധുരയ്ക്ക് പോയതല്ലേ മണിമയിൽ തീരിരട്ടും മറന്നിട്ട് പോയതല്ലേ. നറുവെണ്ണിലാവ് പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ. മൈക്കുറുമ്പിയം മേയ്ക്കും മൈക്കരുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ എവിടെ പോയടി കണ്ണൻ.
അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ഫാഷൻ ഷോ ആയിരുന്നു നമുക്ക് കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഷോണിൻ്റെ കാര്യത്തിൽ ഇനിയും പറയാനുള്ളത്, അവൻ ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ല. കാരണം കൃഷ്ണനായപ്പോഴും ഡാൻസ് ചെയ്തപ്പോഴും അവൻ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടായിരുന്നു അവൻ ഡാൻസ് ചെയ്തത്. ക്യൂട്ട്. ഓക്കെ. ആൻഡ് അവിടെ അതുപോലെ തന്നെ കുറച്ചൊരു നാണക്കാരിയായിരുന്നു. ഇവനാണ് എനിക്ക് കാണിച്ചു തന്നത്. ഭയങ്കര നാണക്കാരിയായിരുന്നു, പക്ഷെ നന്നായിട്ട് വന്നു പെർഫോം ചെയ്ത് ലാസ്റ്റ് ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോഴും മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയും നന്നായിട്ട് ഫാഷൻ ഷോ ചെയ്ത് ഈ 2 ക്യൂട്ട് മക്കളെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? പറ്റില്ല. സമ്മാനം വേണ്ടേ? ഷോണിന് സമ്മാനം വേണോ? വേണം. യെസ്. അപ്പോൾ ഇവർക്ക് ഗിഫ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഗിഫ്റ്റായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഷോൺകുട്ട, ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, ഇതിനകത്തുനിന്ന് ഒരു പാക്കറ്റ് എനിക്കും കൂടെ തരണേ. ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്താ ഒരു പാക്കറ്റ് ചോദിച്ചതെന്ന്? എനിക്ക് മോള് ഫുള്ളും തരുമല്ലോ. ആ ചേട്ടന് ഫുള്ളും തരൂലേ? അവളൊന്ന് പോടാടുന്നു. തരൂല ചേട്ടൻ നിങ്ങൾ തന്നു, ഞങ്ങൾ കൊണ്ടുപോകുന്നു. എനിക്ക് ഏത് ചേച്ചിയാ മോളെ? ഈ ചേച്ചിയെ ഇവിടെ വലിയ വന്നാണ്. ഈ ചേച്ചിക്കും ഫാൻസോ ഇവിടെ. ഷോൺ എനിക്ക് തരുമോ? ഒരു പാക്കറ്റ് എനിക്ക് ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. പിള്ള മനസ്സിൽ കള്ളവില്ല എന്ന് പറയുന്നത് ശരിയാ. കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടം എപ്പോഴും. അതെന്താന്ന് അറിയില്ല. കുട്ടിക്കളി മാറിയിട്ടില്ല. ഇപ്പോഴും കുട്ടികളുടെ വളർച്ചയെ ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് നമ്മൾ ഇവർക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു. പുഷ്പസരസിൻ കൗമാരം കോരുത്തതാണീ മാല്യം, കാമമാം കുരങ്ങിൻ മാറിൽ വീണഞ്ഞ മാല്യം, ഞാൻ മാല്യം കാദംബരി പുഷ്പസരസിൻ കൗമാരം കോരുത്തതാണീ മാല്യം, കാമമാം കുരങ്ങിൻ പുഷ്പസദസിൻ കൗമാരം കോരുത്തതാണീ മാല്യം. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് ചെറിയൊരു ഗെയിം സെഷനിലേക്ക് പോയല്ലോ, കുറച്ചൊന്ന് എന്റർടൈൻമെന്റ് ആവാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ചേച്ചിമാര് വന്നിട്ടാണ് ഇവിടെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഈ തവണ നമുക്ക് 2 ചേട്ടന്മാരെ ചൂസ് ചെയ്താലോ? യെസ്. അപ്പോ നീ ആദ്യം ചൂസ് ചെയ്തു. ഞാൻ കണ്ണടച്ച് പോയിട്ട് ഒരുപാട് അഭിനയിക്കണ്ട. ഇവൻ ഓൾറെഡി ഒരാളെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. അവൻ ഇവിടെ വന്നപ്പോ തൊട്ട് അയാളെ നോട്ടം ഇട്ട് വെച്ചേക്കുക. നമ്മുടെ സ്വന്തം പേരറിയില്ല ചേട്ടാ, വെൽക്കം. ഓക്കെ. അപ്പൊ ഇനി എനിക്ക് ഇവന്റെ അത്രയും ഭയങ്കരമായിട്ട് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ നേരത്തെ ഒരു ചേട്ടനെ നോക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ ഞാനാണോന്ന് അറിഞ്ഞിട്ട് പോലും ചേട്ടൻ തന്നെ. ചേട്ടന്റെ പേരെന്താ? ജോഫി. ജോഫി ചേട്ടൻ എന്താ ചെയ്യുന്നത്? വക്കീലാണ്. ഏതാ സ്പെഷ്യലൈസ്? സിവിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ ജോഫി ചേട്ടാ, ഇന്നത്തെ ഒരു ഗെയിം സെഷന് വേണ്ടി ചേട്ടനെ ഞാൻ ഇങ്ങോട്ട് ചൂസ് ചെയ്ത് വിളിച്ച് വരുത്തിയതിൽ ചേട്ടൻ എന്റെ ടീം ആയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ടീം ജയിക്കില്ലേ? ഉറപ്പായിട്ടും അല്ലേ? നമ്മുടെ ശത്രുക്കൾ അധികം മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഞങ്ങള് കണ്ണുകൾ കൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് ഇത് കൊളാക്കാറില്ല. ഓക്കെ, അപ്പൊ ചേട്ടനെ പരിചയപ്പെടുത്താം. എന്റെ പേര് സോണി. ഓക്കെ, ഞാൻ ടീച്ചറാണ്. എന്ത് സബ്ജക്റ്റ് ആണ്? കൊമേഴ്സ്. ഓക്കെ, സോൺ ചേട്ടാ നമുക്ക് തുടങ്ങാം. നമ്മൾ അംഗം തുടങ്ങാം. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് പ്ലീസ്. 2 സൈഡിലും ഇതേ നീളത്തിൽ കുറെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം യെല്ലോ ഗ്ലാസസും ഈ സൈഡ് മൊത്തം റെഡ് ഗ്ലാസസും. ആൻഡ് 2 ബാസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട് 2 സൈഡിലും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ജോഫി ചേട്ടനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഗെയിം കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജോഫി ചേട്ടന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജോഫി ചേട്ടൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടൻ്റെ ഇഷ്ടം പോലെ. ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുത്ത് ബാസ്ക്കറ്റ് ഇടുന്നു, സെക്കൻഡ് ഗ്ലാസ് എടുത്ത് ബാസ്ക്കറ്റ് ഇടുന്നു, അങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ഗ്ലാസ്സും ഇടുന്നു. അപ്പൊ ഇവർ 2 പേരിലും ആരാണോ ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അവരാണ് വിന്നർ. സോണി ചേട്ടാ, ഓക്കെ, വേറെ കോച്ചിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. വിന്നർ. ജോഫി ചേട്ടാ റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. Up. Sone cheta, come on. Yes.
ജോബി ചേട്ടൻ, ജോബി ചേട്ടൻ, up, up, ജോബി ചേട്ടൻ, ജോബി ചേട്ടൻ, ജോബി ചേട്ടൻ, ജോബി ചേട്ടൻ, up, 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 ജോബി ചേട്ടാ, ജോബി ചേട്ടാ, ഓടി വരൂ. കാലുകൾ okay. ഓ, up, 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 up. തട്ടിപ്പറിച്ചെന്ന് പോടാ. അത് തെറ്റാണ്. നീ എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നു? നീ അങ്ങോട്ട് നോക്കും. Okay, സോണി ചേട്ടൻ, super, super. ജോബി ചേട്ടാ, ഓടി, 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 ജോബി ചേട്ടാ. Yes, 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 yes. വാശിയേറിയ പോരാട്ടത്തിൽ സോണി ചേട്ടൻ തകർന്നു. അതിവാശിയേറിയ പോരാട്ടത്തിൽ ഞങ്ങളുടെ ജോഫി ചേട്ടൻ ഇതാ ഇപ്പൊ ജയിക്കും. ഇപ്പൊ ജയിക്കും. ഇപ്പൊ ജയിക്കും. ഇപ്പൊ ശരിയാക്കി തരാം. Okay, സോണി ചേട്ടൻ come on. ജോബി ചേട്ടാ, ജോബി ചേട്ടാ, ജോബി ചേട്ടാ. up, 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 up. ഒന്ന്. ജോബി ചേട്ടാ. Yes! Yes! അടിപൊളി. വാ. Okay. വാശിയേറിയ പോരാട്ടത്തിൽ വീരവാദങ്ങൾ മുഴക്കാതെ നമ്മുടെ സ്വന്തം സോണി ചേട്ടൻ അതിഗംഭീരമായി വിജയിച്ച ഈ ഒരു വാർത്ത. തൊട്ട് പിന്നാലെ ജോഫി ചേട്ടനും എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 കപ്പിന്റെ വ്യത്യാസത്തിലാണ് ജോഫി ചേട്ടൻ തോറ്റത് അല്ലേ? അതാണ് തോൽവി. അതിനാണ് തോൽവി എന്ന് പറയുന്നത്. ചേട്ടാ അടിപൊളിയായിരുന്നു. യെസ്, അങ്ങനെ സമ്മാനങ്ങൾ വന്നിരിക്കുകയാണ്. 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം സൂര്യ വാഷിംഗ് സോപ്പ്, 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. അവൾക്കായി ഡ്രസ്സസ് കുന്നംകുളം നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. വാൾ സ്റ്റാർ കൺസ്യൂമേഴ്സ് ഡോവി ഷൈൻ, എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ എ ഹെൽത്തിയർ ലിവിംഗ്. മാമിയ വെൽനസ്, ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ് കമ്പനി, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. കാലങ്ങൾ എത്ര മാറിയാലും ഒട്ടും മാറാതെ കേരള തനിമയോടും ശുദ്ധതയോടും ലെസ് സോൾട്ടഡ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത ഫ്രഷ് മാംഗോ രുചി ഭരണി അച്ചാർ. ബ്ലാക്ക് ബേർഡ്സ് മെൻസ് വെയർ കുന്നംകുളം നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപോൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിംഗ് പ്രോഡക്റ്റ് കിറ്റ്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ, മാമ്പഴമാകട്ടേന്ന്. വെള്ളമേ പുള്ളുള്ള പിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പൊന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ, മാമ്പഴമാകട്ടേന്ന്. എന്തെല്ലാവരും കൈയടിച്ചേ. കുഞ്ഞുനാള് ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. കൊച്ചു കൊച്ചു മുറകൾ നെയ്യുമ്പോ എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. കുഞ്ഞുനാള് ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി അടുത്തതായിട്ട് ഇനി ഒരു ഗെയിം സെഷനിലേക്ക് മൂവ് ചെയ്യാം. ഇതുവരെ നമ്മൾ ഗെയിം കളിച്ചത് എന്തായിരുന്നു? നമ്മൾ ഒരു ചേച്ചിയെ വിളിച്ചു, ചേട്ടനെ വിളിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അവരെ രണ്ടുപേരെയായിട്ട് വിളിക്കാം. കപ്പിളിനെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ അടുത്ത് കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചേട്ടനുണ്ട്. ആദ്യം തന്നെ വന്നപ്പോ പറഞ്ഞു എനിക്ക് ഗെയിം കളിക്കണം. എനിക്ക് സാധാരണ പിള്ളേരാണ് പറയാറുള്ളത്. ഒരു ചേട്ടന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എനിക്ക് ഗെയിം കളിക്കണമെന്ന്. ആളെ വിളിക്കട്ടെ? വിളിച്ചോ ചേട്ടാ, കമോൺ. ചേട്ടന്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അനിൽ അന്തിക്കാട്. ഓക്കെ, അനിൽ അന്തിക്കാട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ദോഹ, ഖത്തർ. ചേട്ടൻ എന്താ ചെയ്യുന്നത് ദോഹയില്? അവിടെ പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ചേട്ടന്റെ കൂടെ നമുക്ക് ചേട്ടന്റെ വൈഫിനെയും കൂടെ. അതെ, കപ്പിൾ ഗെയിം ആണ്. സോ വൈഫ്. അപ്പൊ ചേച്ചിയുടെ പേര് ചേട്ടൻ പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടില്ല. ചേച്ചിയുടെ പേര് പറയും. രേഷ്മ. രേഷ്മ ചേച്ചി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണ്. ഖത്തറിലാണോ അതോ നാട്ടിലാണ്? ഓക്കെ, അപ്പൊ ഞാനൊരു ഒരു കപ്പിളിനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനി ശ്രീനിധിയുടെ ഊഴമാണ്. കുട്ടി പോയി ഒരു കപ്പിളിനെ കൊണ്ടുവരൂ. യെസ്. ചേട്ടാ കപ്പിളുണ്ടോ? ചേട്ടാ ചേട്ടന്റെ കൂടെ വൈഫ് ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ധൈര്യമായിട്ട് വാ, രണ്ടുപേരും വാ.
ചേച്ചിയും ചേട്ടനെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് പറയും. സജി പുലിക്കോട്ടിൽ. സജി പുലിക്കോട്ടിൽ. പുലിക്കോട്ട്. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇൻഷുറൻസ് കൺസൾട്ടന്റ് ആണ്. ആഹാ, ഇൻഷുറൻസ് കൺസൾട്ടന്റ് ആണ്. ഓക്കെ, ചേച്ചി വർക്കിംഗ് ആണോ? ചേച്ചിയുടെ പേര് പറ. ബിനു സജി. ബിനു, നിങ്ങളെ രണ്ടുപേരും കൂടെ ഞാൻ ഗെയിമിന് ചൂസ് ചെയ്തതിന്റെ റീസൺ എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരും വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവരുടെ കണ്ണിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റി ഞാൻ ക്യാച്ച് ചെയ്തടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗെയിമിന് ആപ്റ്റ് ആയിട്ടുള്ളത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ആ അനാലിസിസ് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ഓ ചേച്ചി, ചേച്ചി ഒരു പാവമാണ് കേട്ടോ ചേച്ചി. സത്യം. ചേട്ടനും അതില് രണ്ടുപേരും ഭയങ്കര എന്താ പറയാ, സോഫ്റ്റ് സ്പോക്കൺ. യെസ്, സോഫ്റ്റ് സ്പോക്കൺ ക്യൂട്ട് കപ്പിൾ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഗെയിമിന് ആപ്റ്റ് ആയിട്ടുള്ള 2 കപ്പിളിനെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് അമ്മി വേണ്ടത്? ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് വേണം. ഗെയിം ഗെയിം വേണം, പ്രോപ്പർട്ടീസ് വേണം, ഗെയിം എന്താണെന്ന് അറിയണം, അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ചേച്ചി ആവുന്നുണ്ടോ? ഞാൻ ആവാനൊന്നുമില്ല, ഞാൻ എടുത്തു ഇവിടെ. ഓ എന്തോന്നടാ ഇത് വേണ്ടെങ്കിൽ തന്നെ. അവസാനം ഇവൻ ഇല്ലൂമിനാറ്റിയാ. ഞാൻ തിരിച്ചു പറയാം, ഞാൻ ഇവരുടെ ടീം എടുത്താലോ ഇന്ന്. നമ്മൾ രണ്ടുപേരും ഒരു ടീം ചൂസ് ചെയ്ത സ്ഥിതിക്ക് ഇനി നീ പറഞ്ഞതുപോലെ നമ്മുടെ പതിവ് ക്രൈറ്റീരിയാസിലേക്ക് പോവാം. എന്തൊക്കെയാണ്? ഗെയിം പ്രോപ്പർട്ടീസ് വേണം, ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനൊക്കെ മുമ്പ് ആദ്യം പ്രോപ്പർട്ടീസ് വരണം. സോ പ്രോപ്പർട്ടീസ് പ്ലീസ്. യെസ്, അപ്പോൾ ഗെയിമിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുമെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. ഞാനത് എവിടെയെങ്കിലും ഒന്ന് വെച്ചോട്ടെ, എൻ്റെ കൈ വേനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഗെയിം എന്താണെന്നുള്ളത് അമ്മി എക്സ്പ്ലെയിൻ ചെയ്യാമോ? താങ്ക്സ് ഡാ. അപ്പോ നമ്മൾ ഈ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ടുപേരോടും ഈ മൈക്കൊന്ന് പിടിക്കും. ഓക്കെ, അപ്പോൾ ഒരു നൂലുണ്ട്, 3 ഗ്ലാസ്സും ഉണ്ട്, കുറച്ച് ബോൾസും അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഈ നൂലിങ്ങനെ വിടർത്തി ഇങ്ങനെ പിടിക്കണം. ഒരാൾ ഒരറ്റത്തും, ചേട്ടനത് പിടിച്ചേ, ഒരാൾ ആ അറ്റത്തും ഒരാൾ ഈ അറ്റത്തും നിൽക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബോൾ ഇങ്ങനെ ഉരുട്ടി 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 കറക്റ്റ് ഈ ഒരു ഗ്ലാസിന്റെ അവിടെ എത്തുമ്പോൾ, കേൾക്കുന്നുണ്ടല്ലോ, ഗ്ലാസിന്റെ അവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് വീഴ്ത്തണം. ഓക്കെ, അങ്ങനെ ആദ്യം ആരാണോ 3 ഗ്ലാസും ഫില്ല് ചെയ്യുന്നത് അവരാണ് ഇന്നത്തെ വിന്നർ, ഈ ഗെയിമിലെ വിന്നർ. യെസ്, ഏറ്റവും ആദ്യം 3 ഗ്ലാസ്സിലും ഈ എന്താ പറയാ നമ്മുടെ ത്രെഡിനകത്തൂടെ ബോൾ ഉരുട്ടി 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 ഇട്ട് കഴിയുമ്പോഴാണ് ജയിക്കുക. ഫസ്റ്റ് ബോൾ എടുത്ത് അങ്ങോട്ടേക്ക് ഉരുട്ടുന്ന ആള് ഈ എൻഡിൽ നിൽക്കണം. ആരാ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ആരാ? ചേട്ടനാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അനിൽ ചേട്ടൻ കൈയടിക്കൂ. എനർജി ഒന്നുമില്ലല്ലോ. കമോൺ, 1 2 നൂല് ഗ്ലാസ്സിൽ ടച്ച് ചെയ്യരുത്. നൂല് ഗ്ലാസ്സിൽ ടച്ച് ചെയ്യേണ്ടത് ചേട്ടാ. മൂന്നാമത്തേലാണ്, മൂന്നാമത്തേൽ ഇട്ടാൽ മതി. അടിപൊളി. യെസ്, അപ്പോ നമ്മൾ ഇന്നത്തെ വിന്നർ സജി പുലിക്കോട്ടിൽ. യെസ്, സജി ചേട്ടനാണ് ജയിച്ചിരിക്കുന്നത്. എന്നാലും അനിൽ ചേട്ടനും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും കൊടുക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് സമ്മാനങ്ങളുണ്ട്. ആദ്യം തന്നെ മൈ ചോയ്സിന്റെ നല്ല അടിപൊളി ഒരു സമ്മാനം, മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപോൾ അവതരിപ്പിക്കുന്നു കാർ കെയർ ആൻഡ് ഹോം ക്ലീനിംഗ് പ്രോഡക്റ്റ് കിറ്റ്. ബ്ലാക്ക് ബേർഡ് മെൻസ് വെയർ കുന്നംകുളം നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. മാമിയ വെൽനസ്, ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ്, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. Walston Consumers, Do We Shine, a complete solution for a healthier living. യെസ്, അപ്പൊ ഇത്രയും സമ്മാനങ്ങളാണ് നമ്മുടെ സജി ചേട്ടന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം സൂര്യ വാഷിംഗ് സോപ്പ്, 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ചത്. അവൾക്കായി ഡ്രസ്സസ് കുന്നംകുളം നൽകുന്ന നല്ല അടിപൊളി ഒരു സമ്മാനം. ഗ്ലോ ഓവർനൈറ്റ് വിത്ത് സാഫ്രൻ ആൻഡ് കോക്കനട്ട് ഓയിൽ, ഗ്ലാമി നൈറ്റ് ക്രീം. ഗ്ലാമി നൈറ്റ് ക്രീമിന്റെ നല്ല അടിപൊളി ഒരു സമ്മാനം. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നീ കരളായി പോന്നോള്, പരിണയരാവിൽ പവനുരുകുമ്പോൾ ഹൃദയം തന്നോള്,
കനഹ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള് പാട്ടുപെട്ടിപ്പോൾ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള് ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടി ഒട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള കണ്ണും കണ്ണും നോക്കിയ നീ കൊള്ളും മാഫിയ കാപ്പച്ചീന കോഫിയ സോഫിയ കണ്ണും കണ്ണും നോക്കിയ നീ കൊള്ളും മാഫിയ കാപ്പച്ചീന കോഫിയ സോഫിയ தென்மக்கள் சிற்பம் நீ உன்னை விட்டு கொண்டெல்லாம் சின்ன வெள்ள பந்தெல்லாம் நானடி தண்ணீரில் சிற்பம் நீ கோடை கொள்ளதாகம் நான் உன்னை மட்டும் நெஞ்சுக்குள் ஊற்றுவார் ஐவா 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 வருவு பாபா ஐவா 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 அன்பே பாபா தெங்காட்டி குமரனங்கரே குமரனங்கரே தெங்காட்டி மாணினங்கரே மாணினங்கரே தெங்காட்டி குமரனங்கரே குமரனங்கரே தெங்காட்டி மாணினங்கரே மாணினங்கரே தெங்காட்டி குமரனங்கரே குமரனங்கரே தெங்காட்டி மாணினங்கரே குமா 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 குமாகே குமா 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 குமாகே. ഓക്കെ, അപ്പൊ എന്തായാലും ഈ തവണത്തെ വിഷു നമ്മൾ അടിച്ച് പൊളിച്ച് കളറാക്കി ആഘോഷിച്ചല്ലേടാ? അതെ, നമ്മുടെ കുന്നംകുളം കൊമേഴ്സ് ക്ലബിന്റെ കൂടെ. അപ്പൊ ഇവിടെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാരും പക്ക വൈബായിരുന്നു. അതെ, ചേട്ടന്മാര് ചേച്ചിമാര് തുടങ്ങിയതാ ഇവിടെ ഈ വന്ന് നിൽക്കുന്ന കുട്ടി പട്ടാളം വരെ ഫയർ ആയിരുന്നു. നിങ്ങളും നല്ല രീതിയിൽ എപ്പിസോഡ് ആഘോഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ്, സോ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് വിഷു സ്പെഷ്യൽ ഇവന്റ് ഓഫ് ഫൺ ഫാമിലി ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് പോവുകയാണ്. ടിൽ ദെൻ ഹാപ്പി വിഷു. ഹാപ്പി വിഷു.